ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടി ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും നിങ്ങൾക്ക് EMI അടക്കാൻ പറ്റുമോ ഇതാണ് ഫുൾ ഓൺ ഉള്ള ഒരു ചാകരയായിട്ടാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് റംസാൻ അതേപോലെ വിഷു കാര്യങ്ങളൊക്കെ വരികയാണ്. സോ നല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് തവണ ₹1 പോലും മുടക്കാതെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാഹനങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താ നമ്മളെ അഫ്സൽക്കാണ് കൂടെ ഉള്ളത്. അഫ്സൽക്ക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അത് നമ്മളിന്ന് ബിഗ് ടോയിലാണ് എത്തിയിട്ടുള്ളത്. സോ ഈ ഒരു വെക്കേഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണ്ട, ഇഷ്ടം പോലെ കാറുകളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ബിഗ് ടോയിൽ ഒരുങ്ങിയിട്ടുള്ളത്. അത് ഏത് 7 സീറ്റർ വാഹനങ്ങളുണ്ട്, അതേപോലെ തന്നെ നമുക്ക് SUV-കളുണ്ട്, ഹാഷ് ബാഗുകൾ, എല്ലാ സെഗ്മെന്റും. ഈ ചെറുവാഹനങ്ങളാണെങ്കിൽ നമ്മൾ 800 മുതലുള്ള എല്ലാ വാഹനങ്ങളും ഉണ്ട്. അപ്പോൾ അഫ്സൽക്ക നമ്മളെ ബിഗ് ടോയിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് മലപ്പുറം മഞ്ചേർ റൂട്ടില് പാണായി സൗദിപ്പടി. ഇവിടെ നമുക്ക് ഇതൊരു നയാര പമ്പ് നമുക്ക് അവിടെ 10 മീറ്റർ. അതിന്റെ തൊട്ട് മുമ്പായിട്ടാണ് ഇത് മലപ്പുറം മഞ്ചേരി റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ഇല്ല. അത് ചെറുവാഹനത്തിൽ തുടങ്ങാല്ലേ? അതെ അതെ, ബെലീനോ അല്ലെ? അതെ, റെഡ് ആണ്. നമുക്ക് 3 ബെലീനോ ഒരുമിച്ച് വരുന്നുണ്ട് അല്ലെ? ഇത് 73 രജിസ്ട്രേഷൻ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 ഡീസൽ അത് പെട്രോൾ ആയിരുന്നു? പെട്രോൾ അല്ലെ? ഏകദേശം മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഒരു 17 കൺഫേം ആയിട്ട് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രതീക്ഷിക്കാം. ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. ഇത് എത്രയാണ് നമ്മൾ ഇനി ചോദിക്കുന്നത്? ഇത് നമുക്ക് 5,10,000 കൊടുക്കാം. 5,10 അല്ലേ? ഫൈനൽ റേറ്റ് അല്ലല്ലോ? എന്തിൽ ഫൈനലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. പെരുന്നാളല്ലേ, മാക്സിമം കുറച്ച് കൊടുക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ കൊടുക്കാം? ഫുള്ള്. അപ്പൊ നമുക്ക് ₹1 പോലും മുടക്കണ്ട. വണ്ടി നല്ല EMI അടക്കമുള്ള കപ്പാസിറ്റി ഉണ്ടോ? വണ്ടി എടുത്ത് അങ്ങ് പോകാം. അതാ വീണ്ടും ഒരു ബെലീന അല്ല? ഇത് 2019 20 രജിസ്റ്റർ ആൽഫ. അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് പ്രൊജക്ടർ, ലാമ്പ്, ഡേറ്റിംഗ് റൂം, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ എല്ലാം കമ്പനി ഇൻബിൽറ്റിൽ വരുന്നില്ല. അത്യാവശ്യം ടയർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് നല്ല എല്ലാം കമ്പനി ഇൻബിൽറ്റ് ആയിട്ട്. അതേപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, ടച്ച് സ്ക്രീന്, ഹാൻഡ് റെസ്റ്റ്, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 72. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് അഡീഷണൽ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 6.5 ലക്ഷം റുപ്യ. 6 ലക്ഷം റുപ്യക്ക് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി 2019 വണ്ടി. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാം? ലോണ് ഫുൾ ഓൺ കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10,000 കൊടുക്കേണ്ടി വരും. നല്ല ട്രാക്കിനെങ്കിൽ പിന്നെ ഒന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ ഒരു 10-20 റുപ്യ സുഖമായിട്ട് വണ്ടി ഇറങ്ങാം. വീണ്ടും ഇതൊരു ബെലീന വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് 2018-19 രജിസ്റ്റർ. നല്ല അടിപൊളി ബേസ് മോഡലാണ്. പക്ഷെ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ് അല്ലേ? നമ്മൾ അഡീഷണൽ അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. AC പോസ്റ്ററിംഗ് 2 ഡോർ പവർ വിൻഡോ. ബേസ് മോഡലാണ്. 48,000 സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. 48,000. അപ്പൊ ചെറിയ കിലോമീറ്റർ, അതും സിംഗിൾ ഓണർ വണ്ടി. മൈലേജ് അത്യാവശ്യം ഒരു 17-18 കിട്ടില്ല. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന് നമുക്കൊരു 5,40,000 കൊടുക്കാം. 5,40,000. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര? ലോൺ നമുക്ക് 5-10 വരെ ചെയ്ത് കൊടുക്കാം. ഒരു 10-20-30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അടുത്താണ് വീണ്ടും നമുക്കൊരു ഗ്ലാൻസ് അല്ല, ടയോട്ട ബ്രാൻഡില് സെയിം സെഗ്മെന്റ് കാര്യങ്ങള്. ഇതും വടകര തന്നെയാണ് വണ്ടി അല്ലേ? ഇത് ഏറ്റവും ടോപ്പ് ലോഡാണ് ഇതിന്? ഏറ്റവും ടോപ്പ് ഫുൾ ലോഡ്. നമുക്ക് കുറച്ച് ലാമ്പ് കാര്യങ്ങൾ, കമ്പനി അലോയ്സ്, അങ്ങനെ ഏറ്റവും കമ്പനി ഫിറ്റിംഗ്സ് വരുന്നതാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2020. ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. അബ്രോണ്ട് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ്. ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അത്രയും നമുക്ക് പക്ക ഹിസ്റ്ററിയൊക്കെ ഗ്യാരണ്ടി ഇല്ല. ഇത് നമുക്ക് ഓൺഷിപ്പ് സിംഗിൾ അല്ല? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, ചെറിയ കിലോമീറ്റർ. എത്ര നമ്മളെ ചോദ്യം? ഇത് നമുക്ക് 6,90 കൊടുക്കാം. 6,90 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം, ഫുൾ ഓൺ തന്നെ. അടുത്താണ് ഒരു വാഗ്നർ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2011 LXi. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഓൺഷിപ്പ്? ഓൺഷിപ്പ് സെക്കൻഡ്. എങ്ങനെ ചോദ്യം? 2.10. ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 1.5-1.25 ചെയ്യാൻ പറ്റും. അപ്പൊ ട്രാക്കിന്റെ ഒരു 25 സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്താണ് വീണ്ടും ഒരു ചെറുവാഹനാണ് കിഡ്. 2019 കിഡ് ഓട്ടോമാറ്റിക്. മൈലേജ് എത്ര കിട്ടും ഇതിനൊക്കെ? ഇതിന് 18 കിട്ടും. 18 എന്തായാലും കിട്ടൂല. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ടയറൊക്കെ പക്കയാണ് വരുന്നത്. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് അല്ലേ? നമുക്ക് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 2.90 ഫുൾ ഓൺ വർക്കട്ടോ. ഫുൾ ഓണില് ഒരു ഓട്ടോമാറ്റിക്, അതും 2.90. നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാം. ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഫുൾ ലോഡ് വണ്ടി.
അടുത്ത വീണ്ടും സ്വിഫ്റ്റ് അല്ലേ? സ്വിഫ്റ്റ് എങ്ങനെയായിരുന്നു മോഡൽ? 2014. 14. ഡീസലാണോ പെട്രോൾ ആണ്? ഡീസലാണ്. മൈലേജ് പറഞ്ഞാണ് ഈ ഒരു എഡിഷൻ നല്ല മൈലേജ് കിട്ടുന്ന മോഡലാണ് അല്ലേ? 18 കൺഫേം ആണ്. ഇതൊക്കെ ലോങ് ഡ്രൈവിൽ 20 മുകളിൽ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടി. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 144. 144. ഓണർഷിപ്പ് തേർഡ് അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. എത്ര നമ്മളെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് ചോദ്യം നമുക്കൊരു 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ. ഏകദേശം ലോൺ എത്ര? ലോൺ നമുക്കൊരു 3.5 വരെ ചെയ്ത് കൊടുക്കാം. 3.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. അടുത്ത തവണ ഒരു കിഡ്ലം വാഹനം ടാറ്റ ഓൾട്രോസ് അല്ലേ? അതെ. നമ്മള് സേഫ്റ്റിയുടെ കാര്യത്തിൽ 4 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. കോയിൽ 26 ആണ് രജിസ്ട്രേഷൻ. ടയറൊക്കെ അപ് ടു 90% തന്നെ ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡോറൊക്കെ നമുക്ക് 90 ഡിഗ്രിയിൽ തുറക്കാം. അപ്പോൾ നല്ല പ്രായമുള്ളവർക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡല്. ഇത്രയും തവണ ഓപ്പൺ ചെയ്യാൻ 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21,000 കിലോമീറ്റർ. ഡീസലാണ്. മൈലേജ് പറഞ്ഞാണെങ്കിൽ മൈലേജ് 22 കൺഫേം. അപ്പൊ നല്ല പെർഫോമൻസ്. അതേപോലെ തന്നെ ഇത് 4 സിലിണ്ടർ ഇത് വരുന്നത്. അതെ. അപ്പൊ നല്ല കിഡ്ലും പെർഫോമൻസ് ആണ്. 1.5 നല്ല മൈലേജ് പ്ലസ് പെർഫോമൻസ്, അതേപോലെ തന്നെ സേഫ്റ്റി. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? നമുക്ക് 6.30 കൊടുക്കാം. ഏകദേശം ലോൺ എത്ര? ലോൺ നമുക്ക് 6.30 കൊടുക്കാം. ഫുൾ ലോൺ തന്നെ കൊടുക്കാം. അടുത്ത ഹോണ്ട സിറ്റി നമുക്കൊരു 3 വരുന്നുണ്ട്. 3 ജനറേഷൻ ആയിട്ടായിരുന്നു അല്ലേ? അപ്പൊ ഒരു ഫസ്റ്റ് ജെന്ന്, ഇതൊരു തേർഡ് ജെന്ന്, അതേപോലെ അതിന്റെ ഇത് രണ്ടും 4th ജെന്ന് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 2018. ഇത് ഡീസലാണോ വണ്ടി? ഡീസൽ 64,000 കിലോമീറ്റർ. ഡീസൽ 64,000. മൈലേജ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ലോങ് ഡ്രൈവിൽ 24 പ്രതീക്ഷിക്കാം. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ. നമുക്ക് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 7.85 കൊടുക്കാം. 7.85 അല്ലേ? ഓപ്ഷൻ ഏതായിരുന്നു? വി ആണത്. അത് മിഡിൽ ഓപ്ഷൻ ആണ്. എസ് അല്ലേ? ഓക്കെ. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ വരെ വരുന്നുണ്ട് അല്ലേ? അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു? 2016 ഡീസൽ തന്നെയാണ് വരുന്നത്. പിന്നെ മൈലേജ് ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. ഇതിന് നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങള്, ടച്ച് സ്ക്രീൻ എല്ലാം വരുന്നുണ്ട്. ഷാർപ്പിന് ആന്റിന കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 85 അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് ഒരു 6.25 കൊടുക്കാം. 6.25 അല്ലേ? ഒരു ഹാച്ച് ബാഗിന്റെ പ്രൈസ് നല്ലൊരു സെഡാൻ കൊണ്ടോ അല്ല? ഫുൾ ഓൺ കൊടുക്കട്ടോ. ഇതും ഫുൾ ഓൺ അല്ലേ? അടുത്തതാണ് വീണ്ടും നമുക്ക് ഒരു 4th ജെൻ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു? 2016 പെട്രോൾ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനം അല്ലേ? ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 50,000 കിലോമീറ്റർ ആണ് ലെവൽ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഓൺഷിപ്പ് സിംഗിൾ. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 6.40 കൊടുക്കാം. 6.40. ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 6.10 ആ റേഞ്ചിലൊക്കെ ചെയ്യാം. 6.10. ചെറിയൊരു 10-40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്തതാണ് അതിന്റെ ചെറിയൊരു കുഞ്ഞനുജൻ എന്ന് പറയാം. അമേസ് ഡീസൽ ഓട്ടോമാറ്റിക്. അതായത് ഡീസലും ആണ് ഓട്ടോമാറ്റിക്കും ആണ്. അപ്പൊ മൈലേജ് നമുക്ക് ഏകദേശം ഒരു 20-24 വരെയൊക്കെ പ്രതീക്ഷിക്കാം. നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം. മെയിൻ്റനൻസ് വളരെ കുറവാണ് ഈ വാഹനം അല്ലെ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 അല്ലേ? ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നല്ല കംഫർട്ടായ ഒരു വാഹനം. 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? ഓക്കെ. 56,000 കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? 790. ഏകദേശം നമുക്ക് ലോൺ എത്ര ചെയ്യാൻ പറ്റും? ലോൺ എന്തായാലും 7,000 കൺഫേം ആണ്. പിന്നെ ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. ഓക്കെ. ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല. അടുത്തൊരു കിഡിൽ SUV ആണ്. മഹീന്ദ്ര SUV 300 KL23 രജിസ്ട്രേഷൻ. ഫുൾ ബ്ലാക്കിലൊക്കെ നല്ല വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന അത്യാവശ്യം എല്ലാം ഏറ്റവും ടോപ്പാണ്. ടോപ്പിന്റെ വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 മോഡല്. വെറും 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022. അതും ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറഞ്ഞ വെറും 7,000 കിലോമീറ്റർ മാത്രം. ഫീച്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സൺറൂഫ് വരെ വരുന്ന ഒരു വാഹനം. ഇത് കിലോമീറ്റർ 7,000 പറഞ്ഞ സിംഗിൾ ഓൺഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? അബ്രോണ്ട് വർഷങ്ങൾ ചേസ് ബെൻഡ് ഒന്നും ഇല്ലല്ലോ? ഈ 7,000 കിലോമീറ്റർ ഓടിയ ടയറ് കാര്യങ്ങളല്ല അല്ല? ഇത് ഡീസൽ അതോ പെട്രോളോ? ഇത് പെട്രോൾ അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്കൊരു 7,70,000 കൊടുക്കാം. 7,70,000 അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവല്ലോ? ലോൺ ഫുള്ളും കൊടുക്കാം. ഇതും ഫുൾ ഓണല്ലേ? കിയ സോണറ്റ്, അതും ഫുൾ ബ്ലാക്ക്. അപ്പൊ നമുക്ക് HDI+ ആണ് പിന്നെ ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. KL7 എറണാകുളം രജിസ്ട്രേഷന്. ഇത് ഡീസൽ അതോ പെട്രോൾ? പെട്രോൾ ആണ്. ലോ മെയിൻ്റെനൻസ് ആയിരിക്കും.
പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒരു സൺറൂഫിന്റെ കുറവുണ്ട് എന്ന് പറയാല്ലേ. അതെ, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 കിലോമീറ്റർ 36,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 8 ലക്ഷം റുപ്യ. 8 ലക്ഷം റുപ്യ അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവൂല? എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാം? അതിന്റെ മേലക്കും കിട്ടൂട്ടോ. ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടി. അടുത്താണ് ഒരു സെഡാൻ ആണ്, അതും ഫുൾ ബ്ലാക്ക്, നല്ല ഫാൻസി നമ്പർ, കാലണ്ടർ രജിസ്ട്രേഷൻ ഒക്കെ വരുന്ന വണ്ടി. ഇത് ഡീസൽ അതോ പെട്രോളോ? ഇത് ഡീസൽ. ഒരു 18 മൈലേജ് പ്രതീക്ഷിക്കാല. അഡീഷണൽ അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ വാഹനം, ഇതിനൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2009 പുതിയ പേപ്പർ കേട്ടോ. 2009 ന്യൂ പേപ്പറിലുള്ള വണ്ടി. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ല, ഒന്നുമില്ല. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് തേർഡ് അല്ലേ? എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 2,20 കൊടുക്കാം. 2,20 ചെറിയൊരു പൈസക്ക് ഒരു വണ്ടി. ലോൺ ചെയ്യാൻ സൗകര്യം ഉണ്ടാവോ? ലോൺ നമുക്കൊരു ചെയ്യാൻ പറ്റില്ല. അടുത്ത എ സ്റ്റാർ, ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2009 അല്ലേ? പുതിയ പേപ്പർ ആയിട്ടുണ്ടോ? പേപ്പർ എടുത്തോക്കാം, നമുക്ക് എടുത്തോളാം. ന്യൂ പേപ്പറിൽ നമുക്ക് 1,20 കൊടുക്കാം. 1,20 പുതിയ പേപ്പറിൽ. ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങള്, AC പോസ്റ്ററിംഗ്, ഫോട്ടോ പവറിന്റെ. എങ്ങനെയായിരുന്നു നമ്മുടെ ചോദ്യം? എങ്ങനെയായിരുന്നു? ഇത് 1,20 ന്യൂ പേപ്പർ അല്ലേ? പിന്നെ ചെറിയൊരു പൈസക്ക് നല്ലൊരു എ സ്റ്റാർ ഉണ്ടാവും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളൊന്ന് ബിഗ് ടോയിലായിരുന്നു. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഇപ്പൊ തൽക്കാലം നമ്മൾ നിർത്തിയാണ്. അപ്പൊ ഇതിൽ നമുക്ക് അത്യാവശ്യം ഫുൾ ഓൺ കാര്യങ്ങളുള്ള നല്ല വണ്ടികളുണ്ട്. ഇനി അടുത്തൊരു പാർട്ട് ഇതാവും നമുക്ക് വരാൻ പോകുന്നത് പറഞ്ഞാല് ചെറുകാറുകൾ നോക്കുന്നവർക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് നമുക്കുണ്ട്. അപ്പൊ ഈ പാർട്ട് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ വരും. അപ്പൊ ഇതിൽ നമുക്ക് ഫുൾ ഓണുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട്. നല്ല മൈലേജ് കിട്ടുന്ന അടിപൊളി വാഹനങ്ങളാണ്. ഡീസലിലൊക്കെ നമുക്ക് 24 മൈലേജ് കിട്ടുന്ന അടിപൊളി വാഹനങ്ങളുണ്ട്. സോ വെയിറ്റ് ചെയ്തോളി, നല്ല അടിപൊളി കളക്ഷൻസ്. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബിഗ് ടോയിലായിരുന്നു. മഞ്ചേരി മലപ്പുറം റൂട്ടിലെ പാണായി സൗദിപ്പടിയിലാണ് നമ്മൾ ബിഗ് ടോയ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ആരെങ്കിലും വാഹനമൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് അഫ്സൽ സൈനിങ്.